സൗദിയിലുടനീളം ബിനാമി ബിസിനസ്സിനായുള്ള പരിശോധന ബിനാമി വിരുദ്ധ അതോറിറ്റി തുടരുകയാണ്. ഇതിനിടയിൽ ജിദ്ദയിൽ നിരവധി ബിനാമി ബിസിനസ് നടത്തിയവർ പിടിയിലാവുകയും ചെയ്തു. എന്താണ് ബിനാമി ബിസിനസ് രംഗത്തും നിക്ഷേപ രംഗത്തും സൗദിയിൽ ഈ ആഴ്ച സംഭവിച്ചത്? കഴിഞ്ഞയാഴ്ചയാണ് ജിദ്ദയിലെ പച്ചക്കറി മാർക്കറ്റിൽ ശക്തമായ പരിശോധന നടന്നത്. രേഖകളില്ലാത്തവരെ പിടിക്കുന്നതിനൊപ്പം പ്രധാന ലക്ഷ്യം ബിനാമികളെ പിടികൂടുകയായിരുന്നു. നിരവധി വിദേശികളെ അന്ന് പിടികൂടി. സൗദിയിലെ വിപണിയിൽ വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച സൂചന കൂടിയാണിത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വിവിധ സ്ഥാപനങ്ങളിലും മറ്റും പോലീസ് അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള സംയുക്തമായിട്ടുള്ള ചെക്കിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംയുക്തമായിട്ടുള്ള ചെക്കിങ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് മക്തബുൽ അമൽ, ബലദിയ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് പോലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ സംയുക്തമായിട്ടുള്ള ചെക്കിങ്ങുകളും നടക്കുന്നുണ്ട്. ഇവിടെ ജിദ്ദയിലും മറ്റ് പ്രധാനപ്പെട്ട സിറ്റികളിലൊക്കെ ഇത്തരത്തിലുള്ള ചെക്കിങ്ങുകൾ നടക്കുന്നുണ്ട്. അത് ബിനാമി ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് എന്നാണ് അറിയാൻ പറ്റുന്നത്. വിവിധ ചെറുകിട ബിസിനസ്സുകാർ പലരും സൗദികളുടെ പേരിൽ അല്ലെങ്കിൽ സ്വദേശികളായിട്ടുള്ള ആളുകളുടെ പേരിൽ ബിസിനസ് ആരംഭിച്ചുകൊണ്ട് സ്വന്തം ബിസിനസ്സുകൾ നടത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ചെക്കിങ്ങുകളും അതിനുള്ള പിടുത്തമൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തുടനീളം ബിനാമി വിരുദ്ധ കമ്മിറ്റിക്ക് കീഴിൽ പരിശോധന തുടരുന്നുണ്ട്. അതേസമയം സൗദിയിൽ നിലവിൽ നിക്ഷേപകരായവർ അത് വ്യവസ്ഥാപിതമായി കൊണ്ടുപോകുന്നവർ നേട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. ചെറുകിട രംഗത്ത് വ്യവസ്ഥാപിതമല്ലാത്ത രീതിയിൽ പോകുന്നവരാകട്ടെ ഏറെ പ്രതിസന്ധിയിലേക്കാണ് ചെന്ന് പെടുന്നതും. ഭീമമായ ചെലവ് വരുമെന്നുള്ളൊരു ഭയമാണ് പ്രധാനമായിട്ടും ആളുകൾ ഇത്തരത്തിൽ ഇൻവെസ്റ്റർമാരാകുന്നതിന് മടി കാണിക്കുന്നത്. സത്യത്തിൽ ബിനാമി ഇടപാടിൽ കഫീലിന് കൊടുക്കുന്ന തുകയേക്കാൾ കുറഞ്ഞ ചിലവ് മാത്രമേ പലപ്പോഴും സ്വന്തമായിട്ട് ഇൻവെസ്റ്റർമാരായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് വരുള്ളൂ. മിസാ ലൈസൻസിൻ്റെ ഒരു ഫീസ് മാത്രമേ അഡീഷണൽ വരികയുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ നിലവിൽ മൂസസൊക്കെ അല്ലെങ്കിൽ ശരിക്കൊക്കെ കൊടുക്കുന്ന അതേ ചിലവുകൾ മാത്രമേ ഉണ്ടാകൂ. പിന്നെ ഒരു ലാഭത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം ടാക്സ് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ പൂർണ്ണമായിട്ടും നിയമപരമായിട്ട് ഇവർക്ക് സമാധാനത്തോടു കൂടി ഇത്തരത്തിലുള്ള ചെക്കിങ്ങുകളെ ഭയപ്പെടാതെ തന്നെ ബിസിനസ് ചെയ്തുകൊണ്ട് അതുപോലെ ബിസിനസ് വിപുലപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ഥാപനം നടത്തുന്നതും 100 സ്ഥാപനം നടത്തുന്നതും ഒരേ ചെലവിൽ നടത്തിപ്പിൻ്റെ ചെലവിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയും ഇവർക്ക് ഇൻവെസ്റ്റർമാർക്ക് ലഭിക്കുന്നു. നിക്ഷേപകരാകാത്ത വിദേശികൾ നിലവിൽ പേടിയോടെയാണ് ബിസിനസ് ചെയ്യുന്നത്. 2 വർഷത്തിനകം സൗദിയിലെ ബിസിനസ് പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെയാകും നിയന്ത്രിക്കുക. വൻകിട കമ്പനികളെയാണ് നിലവിൽ ഇത്തരത്തിൽ നിരീക്ഷിക്കുന്നത്. വൈകാതെ അത് താഴെ തട്ടിലേക്കും എത്തും. ഏതൊരു കമ്പനിയുടെയും മാനേജ്മെന്റ് തലത്തിലെ മാറ്റങ്ങളും ഓഹരി സംബന്ധിച്ച വിവരങ്ങളും കമ്പനിയുടെ പ്രവർത്തന മേഖലയുമെല്ലാം വിശദീകരിക്കുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇതിപ്പോൾ സൗദിയിൽ ഡിജിറ്റൽ വൽക്കരിച്ചു കഴിഞ്ഞു. ഇത് ഭാവിയിൽ കമ്പനികൾക്ക് തീരുമാനങ്ങളിൽ നേട്ടമാകും. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് വരെ സൗദിയിൽ രൂപീകരിച്ചിട്ടുള്ള മുഴുവൻ കമ്പനികളുടെയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡിജിറ്റൽ രൂപത്തിലുള്ളവയല്ല. ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അഥവാ ആക്കത്ത് തഅസീസ് ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുകയും അങ്ങനെ ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഫീസുകൾ ഇതിന് വേണ്ടിയിട്ട് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഡിജിറ്റലൈസ് ചെയ്യാത്ത സ്ഥാപനങ്ങളുടെ വിവിധ സേവനങ്ങൾ ഇതിനോടകം തന്നെ ഏകദേശം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി അത്തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റലൈസ് ചെയ്യൽ എല്ലാ കമ്പനികൾക്കും നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. മുമ്പ് കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് ഉൾപ്പെടുത്താത്ത അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയ മാനേജർമാരിലെ മാറ്റങ്ങൾ, അതുപോലെ ഷെയർ ഹോൾഡേഴ്സിലുള്ള മാറ്റങ്ങൾ, ആക്ടിവിറ്റീസിലുള്ള മാറ്റങ്ങൾ, അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഈ ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. 1000-ലേറെ വരുന്ന മലയാളി കമ്പനികൾ ഇതിനകം സൗദിയിൽ നിക്ഷേപകരായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കും നിലവിൽ അവസരം ബാക്കിയാണ്. സൗദിയിൽ 100% ഉടമസ്ഥതയിൽ സ്വന്തം പേരിൽ തന്നെ ബിസിനസ് ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ബിനാമി തസത്തുറിൻ്റെ സമയം കഴിയുന്നതോടുകൂടി അവസാനിച്ചിട്ടില്ല. അത്തരം ആളുകൾക്ക് ഇപ്പോൾ ബിനാമി ഇടപാടുകൾ നടത്തുന്ന ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾക്ക് അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ നിലവിലുള്ളതോ അല്ലാത്തതോ ആയ സൗദി പാർട്ട്ണർഷിപ്പോട് കൂടിയോ അതല്ലെങ്കിൽ 100% ഉടമസ്ഥതയോട് കൂടിയോ ബിസിനസ് ആരംഭിക്കുവാനുള്ള, അത് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സാഹചര്യങ്ങൾ
ഇന്ന് സൗദിയിൽ നിലനിൽക്കുന്നുണ്ട്. നിക്ഷേപകരാകാതെ സൗദിയിൽ ബിനാമി ബിസിനസ് തുടരുന്നവർ നിലവിൽ ചെയ്യുന്നത് ആത്മഹത്യക്ക് സമാനമായ ശ്രമമാണ്. ഒറ്റ ക്ലിക്കിൽ വിവരങ്ങൾ തെളിയുന്ന ഡിജിറ്റൽ യുഗത്തിലേക്ക് കുതിച്ചു പായുകയാണ് സൗദി അറേബ്യ. അവിടെ ഏത് കണക്കുകളും തെളിയും. അതെത്തിക്കുക നിയമക്കുരുക്കിലേക്കും യാത്രാവിലക്കിലേക്കുമാകുമെന്ന് ജിദ്ദയിൽ നിന്നും ബിസബ് മുന്നറിയിപ്പ് നൽകുന്നു.